ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ്, പ്ലീസ് സാർ എനിക്ക് കാറ് വിട്ട് തരണം. ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ചെയ്തല്ല ഇത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ നീ അങ്ങ് കോടതിയിലേക്ക് വന്നേരെ, അപ്പം നിനക്ക് കാറ് കിട്ടും, അല്ലാതെ ഇവിടെ വെച്ച് നിനക്ക് കാറ് തരില്ല. ഇവനെ കാണുമ്പോഴേ എനിക്കെൻ്റെ കൈ തരിക്കുന്നുണ്ട്, ഞാൻ സ്വയം നിയന്ത്രിച്ചിരിക്കുക. ഇവനെ കൂട്ടിക്കൊണ്ട് പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, സാർ പ്ലീസ് സാർ, പോടാ നിന്നോടാ പോകാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് പൊക്കോ, കോടതിയിൽ പോയിട്ട് കാറ് മേടിക്കാതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടന് മിണ്ടാതിരിക്കുക, ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവരോട് പറഞ്ഞ കാറ് കിട്ടുമെന്ന് തോന്നുന്നുമില്ല, അതുകൊണ്ട് ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സച്ചിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്രീകാന്തും രേവതിയൊക്കെ ഇറങ്ങി വരികയാണ്. ഏതായാലും സച്ചിക്ക് ഇറങ്ങി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം രേവതി പിടിച്ചോണ്ടൊക്കെയാണ് വരുന്നത്, അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് സച്ചിനെ. അതൊന്നും സച്ചി കാര്യമാക്കാതെയാണ് വണ്ടി ചോദിച്ചത് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറയുക, ഞാൻ കാരണമാണ് ഇപ്പം ഇതൊക്കെ സംഭവിച്ചത്, എന്ത് ചെയ്യാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതൊന്നും അല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ ഇതാന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും അല്ല, സച്ചിയേട്ടനെ ചതിച്ചത് അവരെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി ചോദിച്ചു, ആര് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അറിയാതെയാണ് കേട്ടോ ദേവ് പറഞ്ഞു പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അയ്യോ വേറൊന്നുമില്ല, അതെ ആ ഓട്ടം വിളിച്ചില്ലേ അവരെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടേ നമ്മുടെ ദേവ് പറയാൻ വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ നമ്മുടെ രേവതി അതിന് സമ്മതിക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, അതറിഞ്ഞു കഴിഞ്ഞാൽ ഗജാനന്ദനിട്ട് നല്ല പണി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. ആ പ്രശ്നത്തിന് മേൽ പ്രശ്നം ആവുമല്ലോ. ഏതായാലും നമ്മുടെ സച്ചി പതിയെ ഇറങ്ങി വന്ന് നേരെ ചെല്ലുന്നത് കാറിൻ്റെ അടുത്തേക്കാണ്. കാറ് കണ്ടതും ചങ്ക് പൊട്ടി കേട്ടോ. കാരണം ഒരിക്കലും നമ്മുടെ സച്ചിക്ക് കാറില്ലാതെ ജീവിക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ പെണ്ണും പെടക്കോഴിയും ഇല്ലാതെ, അച്ഛനും അമ്മയും ഇല്ലാതെ ഒക്കെ ജീവിക്കാൻ കഴിയും. പക്ഷേ കാറില്ലാത്ത ഒരു ജീവിതം നമ്മുടെ സച്ചിക്കില്ല. അങ്ങനെ കാറ് കണ്ട ഉടനെ നമ്മുടെ സച്ചി ഓടി വന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് മറ്റേ നമ്മൾ ഈ കുട്ടികളെയൊക്കെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമല്ലേ, അപ്പോൾ അതുപോലെ തന്നെ കാറിനെയൊക്കെ തലോടിയിട്ട് പതുക്കെ ആ കാറിൻ്റെ ചില്ലിലേക്ക് തല ചായച്ചു വെച്ച് കിടന്നൊരു കരയുന്നുണ്ട്. എൻ്റെ ഈശ്വര, സത്യം പറയുകയാണെ നമുക്ക് വരെ സങ്കടമായി പോവും. അതുപോലെയാണ് നമ്മുടെ സച്ചി കരയുന്നത്. ഏതായാലും സച്ചി കരയുമ്പോഴേക്കും സഹിക്കാനാവാതെ നമ്മുടെ രേവതിയും കൂടെ കരയുന്നു. ഒരിക്കലും നമ്മുടെ രേവതിക്ക് താങ്ങില്ല സച്ചി കരയുന്നത്. അങ്ങനെ സച്ചി പൊട്ടി കരയാണ്. ആരുടെയും മുമ്പിൽ തോക്കാത്ത, ആരുടെയും മുമ്പിൽ തല കുനിക്കാത്ത, ആരുടെയും മുമ്പിൽ കരയാത്ത നമ്മുടെ സച്ചി പൊട്ടി കരയുന്നൊരവസ്ഥ. ഇത് കാണുമ്പോഴത്തേക്കും ശ്രീകാന്തിനും അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കോ ഒന്നും സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോഴത്തേക്കും ആ വനിതാ പോലീസ് അവിടെ വന്നു. ഇവർക്കൊരു വഴി പറഞ്ഞു കൊടുത്ത വനിതാ പോലീസ്. അപ്പോൾ രേവതി പറഞ്ഞു, നന്ദി ഉണ്ട് കേട്ടോ മേഡം കാരണം എനിക്ക് ഇദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇങ്ങനെ എടുത്തു ചാടി ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കിടക്കേണ്ട വരും, അതുകൊണ്ട് ഇനി ഇങ്ങനെ എടുത്തു ചാടരുതെന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതി പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മേഡം, ഇതെന്താ കാറ് വിട്ടു തരാത്തത്? കാറൊക്കെ വിട്ടു തരാന്നതേ ഉള്ളൂ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവർ കളിപ്പിക്കുന്നതാ. അതെ ഞാനൊരു കാര്യം പറയട്ടെ, SIക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ കാറ് വിട്ടു തരും. അപ്പോഴത്തേക്കും സച്ചി, കൈക്കൂലിയോ? അതെ കൈക്കൂലി തന്നെ കൊടുക്കണം. അതെ ഇതൊക്കെ ഇവിടെ എപ്പോഴും നടക്കുന്നതാ. ഞാനൊരു കാര്യം പറയാം, 1 ലക്ഷം രൂപ കൊടുത്താൽ കാറ് തിരികെ കിട്ടും, ഇല്ലെങ്കിൽ കാറ് തിരികെ കിട്ടാനേ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക, ഇത് കോടതി ചെന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ എങ്ങാനും കിടന്ന് തുരുമ്പെടുത്ത് പോവുകയുള്ളൂ. അതിനു മുമ്പ് ഈ 1 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറും എടുത്തോണ്ട് വീട്ടിൽ പോകത്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് വനിതാ പോലീസ് അങ്ങ് പോയി. നമ്മുടെ സച്ചി എവിടെ നിന്ന് 1 ലക്ഷം രൂപ ഉണ്ടാക്കാനാ സച്ചിക്ക് ഇപ്പം? ഏതായാലും സച്ചി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. കാറിൻ്റെ അടുത്ത് പോയി ആകെ പിടിവിട്ട് നിൽക്കുന്നൊരവസ്ഥ. എന്നിട്ട് രേവതിനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രേവതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കാണുക, ഇതൊക്കെ സഹിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ചന്ദ്രേനെയാണ്. ചന്ദ്രയാണെങ്കിൽ ഫോണൊക്കെ കുത്തി ആരെയാണ് വിളിക്കുന്നത്? ശ്രുതിനെ വിളിക്കുക. അപ്പം ശ്രുതിയാണെങ്കിൽ വീട്ടിലാണ് ഉള്ളത്. അങ്ങനെ ശ്രുതി പതുക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിളിക്കുന്നത് ചന്ദ്രയാ. അമ്മയാണല്ലോ വിളിക്കുന്നത്, എന്താണെന്നറിയില്ലല്ലോ. ഏതായാലും ഒന്ന് എടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ
ശ്രുതി എടുത്തിട്ട് ഹലോ ആൻറ്റി, ആൻറ്റി എന്താ വിളിക്കണത്? കല്യാണം ക്ഷണിക്കാനായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ പോയേക്കുമല്ലായിരുന്നോ? എന്നാ തിരിച്ചെത്തിയത്? ദേ ഇപ്പം എത്തിയതേ ഉള്ളൂ മോളെ. ദേ മോളെക്കുറിച്ച് ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞെന്നേ. ഓഹ്, എല്ലാവർക്കും മോളെയൊക്കെ കാണാൻ തിടുക്കായി. ആൻറ്റിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആൻറ്റി കാരണം സത്യം പറഞ്ഞ എൻ്റെ ലൈഫ് മാറിയത്. വിവാഹം വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ കാരണം അത് ആൻറ്റി തന്നെയാണ് കേട്ടോ. ഞാനോ? ആ അതെ, ആൻറ്റി തന്നെ. ആൻറ്റി മാത്രം. നല്ല ഹസ്ബൻഡിനൊക്കെ കിട്ടും, പക്ഷേ നല്ല അമ്മായിയമ്മനെ കിട്ടണമെന്ന് ഒരിക്കലും ഇല്ല. അതൊക്കെ ലക്കുള്ളവർക്ക് കിട്ടത്തുള്ളൂ. ആൻറ്റീനെ കണ്ടപ്പോൾ നല്ല അമ്മായിയമ്മ മാത്രമല്ല, നല്ല അമ്മയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അതാ ഞാൻ കണ്ണടച്ച് സമ്മതിച്ചത്. പിന്നെ ആൻറ്റീനെ പോലെ ഒരു അമ്മേനെ മിസ് ചെയ്തിട്ടുണ്ടല്ലേ, അത് വലിയ മണ്ടത്തരാവും. അതും കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് പൊങ്ങിപ്പോയി. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, ഓഹ് മോളെപ്പോലെ ഒരു മരുമകളെ കിട്ടാൻ പോകുന്ന ഞാനേ ഭാഗ്യവതിയാ. താങ്ക്സ് ആൻറ്റി. ദേ എന്തിനാ മോളെ നന്ദി പറയുന്നത്? അമ്മയോട് മോള് നന്ദി പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഈ അമ്മയോടും മോള് നന്ദി പറയേണ്ട കാര്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ ഇരിക്കുന്നത് കേട്ടോ. ഏതായാലും രവീന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തമാശയാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, മോളെ നാളെ താലിമാല എടുക്കാൻ പോവാ, മോള് കൂടെ വരണം. പിന്നെ ഡ്രസ്സും എടുക്കണം. നോക്കി ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം, കാശൊന്നും നോക്കണ്ട. അയ്യോ ആൻറ്റി ചെറിയ വിലയുള്ള സാരി മേടിച്ചാൽ മതി. എന്തിനാ വെറുതെ കാശ് കളയുന്നത്? കാശ് കളയേണ്ട കാര്യമുണ്ടോ ആൻറ്റി? എനിക്കത് തോന്നുന്നില്ല. കാശ് കളയുന്നൊന്നും അതത്രയ്ക്ക് നല്ല കാര്യമല്ല. ആൻറ്റിയുടെ അനുഗ്രഹം എനിക്ക് ഏറ്റവും വലുത്. അതിനാണ് ഞാൻ വില കൊടുക്കുന്നത്, അല്ലാതെ വേറൊന്നിനും ഞാൻ വില കൊടുക്കാറില്ല. പുതിയ കല്യാണ സാരി വേണമെന്നില്ല. ദേ ആൻറ്റിയുടെ കല്യാണ സാരി ഇരിപ്പുണ്ടോ? അതെനിക്ക് തന്നാലും മതി. അത് വെച്ചിട്ട് വിവാഹം നടത്താം. അത് ധരിച്ചാൽ ആൻറ്റീനെ പോലെ നല്ല ഭാര്യയും നല്ല മരുമകളും അമ്മയും ആകാനൊക്കെ എനിക്കും കഴിയില്ലേ എന്ന് പറഞ്ഞു. ഓഹ്, പറയാനുണ്ടോ എൻ്റെ ഈശ്വര, നമ്മുടെ ചന്ദ്രയുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണീര് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ അതൊന്നും വേണ്ട മോളെ, പുതിയ കല്യാണ സാരി തന്നെ മേടിക്കണം. ഏതായാലും മോൾ ഇതൊക്കെ പറഞ്ഞല്ലോ. സത്യത്തിൽ എനിക്ക് എന്താണെന്നറിയില്ല മോളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നുക. പിന്നെ ഞാനേ ഒരു ബസ് കണ്ടക്ടറിനെയാണ് കല്യാണം കഴിച്ചത്. മോളങ്ങനെയാണോ? മോള് ഭാവിയിലൊരു ബിസിനസ്മാനെ അല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വില കൂടിയ സാരി തന്നെ വേണം. വില കൂടി സാരി ഉപയോഗിച്ച് തന്നെ മോളുടെ വിവാഹം നടക്കണം. എങ്കിൽ പിന്നെ ശരി ആൻറ്റി, ഞാൻ വന്നേക്കാം. ഓക്കെ മോളെ എന്ന് പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. എന്നാ പറയുക, നിർവൃതി അടങ്ങുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നത് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ചോദിച്ചു, അല്ല വില കൂടിയ കല്യാണ സാരി നീ കണ്ടി വെച്ചിട്ടില്ലേ, പിന്നെ എന്തിന് നീ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? കുറച്ചു നേരം അവരിങ്ങനെ സന്തോഷിക്കട്ടെ, എന്നെക്കുറിച്ച് കുറച്ച് മതിപ്പൊക്കെ തോന്നട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്പടി കേമി നീ കൊള്ളാലോടി. ഈ ശ്രുതി കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളു മോളെ, ഇനി എത്രയൊക്കെ കളിക്കാൻ കിടക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ചന്ദ്രനെ വീണ്ടും കാണിക്കാം. അങ്ങനെ ചന്ദ്ര പറയുക രവീന്ദ്രനോട്, സുധി എന്ത് നല്ല കുട്ടിയാ, അവളുടെ സംസാരം കേട്ടാൽ മതി. അവളുടെ മരുമകളായി കിട്ടി നമ്മൾ എത്രമാത്രം ഭാഗ്യമുള്ളവരാണെന്നറിയാമോ? വരട്ടെ ചന്ദ്ര, എന്നിട്ട് പറഞ്ഞാൽ മതി, ഇപ്പം എടുത്ത് ചാടി പറയുമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, അമ്മ വിശക്കുക, ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ഒരു കാര്യം ചെയ്യുക രവിയേട്ടാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടേൽ ഞാൻ വിളമ്പി തരില്ല കേട്ടോ. പിന്നെ നീ വിളമ്പിയിട്ടല്ലേ എന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും സുധിയോട് പറഞ്ഞു, സുധി നീ പോയി കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. സുധി കൈ കഴുകാൻ പോയി. അപ്പോഴത്തേക്കും ഒരു ഓട്ടോ വന്ന് നിന്നു വീടിൻ്റെ മുറ്റത്ത്. വേറെ ആരുമല്ല, സച്ചിയും ശ്രീകാന്തും രേവതിയൊക്കെയാണ്. സച്ചിനെ പിടിച്ചുകൊണ്ടാണ് രണ്ടുപേരും വരുന്നത്. കൂടെ നമ്മുടെ ദേവു ഉണ്ട് കേട്ടോ. ഏതായാലും രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോനെ സംഭവിച്ചത്? എന്താ സ്ത്രീ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താ പറ്റത്, നീ പറ, എവിടെയെങ്കിലും നീ വീണോ, എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായോ? എന്താണെങ്കിലും ഒന്ന് തുറന്ന് പറയടാ. അതച്ചാ പോലീസുകാർ തല്ലിയതാ. പോലീസുകാർ തല്ലിയതോ? എന്തിനാ പോലീസ് തല്ലിയത്? ഇവനെ തല്ലിച്ചതയ്ക്കാൻ മാത്രം ഇവനെത് തെറ്റാ ചെയ്തത്? അച്ഛൻ ടെൻഷൻ ആകല്ലേ അച്ഛാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ സച്ചി പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? അല്ല പോലീസുകാർ തല്ലാൻ മാത്രം. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇത് പതിവായിരുന്നല്ലോ. ഇവനെ ആരെയെങ്കിലും അടിച്ചു കാണും, പോലീസ് ഇവനെ തൂക്കിയെടുത്തോണ്ട് പോയി പെരുമാറി കാണും. ചന്ദ്ര നീ മിണ്ടാതിരിക്കുക. ഇവനെ പോലീസുകാർ അടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ സന്തോഷിക്കുകയാണോ?
ഒരു ഒരു കനിവ് കാണിക്കടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഹൃദയം ഉണ്ടെങ്കിലല്ലേ കനിവ് കാണിക്കത്തുള്ളൂ അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രന് വെള്ളമൊക്കെ ഇങ്ങനെ രേവതി എടുത്തോണ്ട് വന്ന് കൊടുത്തു. അതുപോലെ രവീന്ദ്രനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അറിയില്ല കേട്ടോ, ചന്ദ്രയുടെ കീളി പറയിരിക്കുക എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, നീ പറ എന്താ സംഭവിച്ചത്? അതച്ചാ എൻ്റെ കാറ് മഹേഷല്ലേ ഓടിച്ചത്. ഓട്ടം വിളിച്ച രണ്ടുപേര് അതിനകത്ത് കഞ്ചാവ് കടത്താൻ വേണ്ടി ശ്രമിച്ചു. അതിപ്പം എൻ്റെ മഹേഷിനെ തലയിലാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും രവീന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. എന്താ മോനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം ശരിയാ അച്ഛാ ഞാൻ പറഞ്ഞത് ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ശരിയാ അച്ഛാ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട ആകെപ്പാടെ അമ്പരന്ന് നിൽക്കുന്ന നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ തുടങ്ങിയ കാര്യം, അതായത് നടന്ന കാര്യം ഫുള്ള് പറഞ്ഞു. കാശ് വരെ വേണമല്ലോ, 1 ലക്ഷം രൂപ വേണം ഇനി വണ്ടി ഇറക്കാനെന്നും പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, ഇതിപ്പം വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ. എങ്കിലും അതാരാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ലേന്ന് ചോദിച്ചു. അതാരാന്നറിയില്ല, ഓട്ടം 2 പേര് വിളിച്ചത്, അതാരാന്നറിയത്തില്ല എന്നിങ്ങനെ നമ്മുടെ സച്ചിയും പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്ര ഏതായാലും കൊള്ളാം, ദേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവനെ പോലീസ് എങ്ങനെ പുറത്തു വിട്ടു? അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു, അത് ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ട് ഇടപെട്ടത് കൊണ്ടാണ് ഇറങ്ങാൻ പറ്റിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അതെ ASPയുടെ മകളുടെ ഫ്രണ്ടാണ് അത്, എൻ്റെ ഫ്രണ്ട്. അപ്പം അങ്ങനെ ആ വഴി വെറുതെ വിട്ടതാ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഏട്ടൻ ജയിലിൽ പോയേനെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ദൈവഭാഗ്യം എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി, വേറെ കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ, ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നത്? എന്നെ വിളിച്ച് പറയുമായിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തേനെ. ഏതായാലും നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. ഇന്നലെ രാത്രി നിങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിച്ചതല്ലായിരുന്നോ? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമേ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, ഓഹോ അപ്പം ഇവർക്കിടയിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ സച്ചി പറഞ്ഞു, എൻ്റെ കാറ് ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ. ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെ അവിടെ നിൽക്കും? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പം രേവതിയും ബസ് കയറി വന്നെന്ന് പറഞ്ഞപ്പം, നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അച്ഛാ ഇത് വലിയ പ്രശ്നം തന്നെയാണ് അച്ഛാ, അച്ഛൻ ആ കാര്യമൊക്കെ വിട്. കാർ അവർ പിടിച്ചു വെച്ചിരിക്കുക, 1 ലക്ഷം രൂപ കൊടുക്കാതെ അവർ കാർ തരില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അതെ കാറ് കൊടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, കോടതിയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക്, എങ്കിൽ പിന്നെ കാർ അവിടെ കിടക്കട്ടെ, കാറ് പതുക്കെ നമുക്ക് ഇറക്കാലോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, നീ കൂടുതൽ പറയുമൊന്നും വേണ്ട സുധി, നീ അവിടെ മിണ്ടാതിരിക്കുക, എൻ്റെ കാർ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് എൻ്റെ കാർ എനിക്ക് തിരിച്ചെടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഈ 1 ലക്ഷം രൂപ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ബൈക്കുണ്ടല്ലോ, ബൈക്കിൻ്റെ ബുക്കും എല്ലാം പണയം വെച്ചിട്ട് പൈസ മേടിക്കാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഒരുപാട് കടമുള്ളതാണ്, അതുകൊണ്ട് ഇനി കടത്തിന് മേൽ കടമൊന്നും എടുത്ത് വെക്കണ്ട. ചന്ദ്രേ, അമ്മ തന്ന പൈസ ഇല്ല നിൻ്റെ കയ്യിൽ, അതിൽ നിന്ന് 1 ലക്ഷം എടുത്ത് കൊടുക്കുക. നിങ്ങളെന്താ പറയുന്നത്? 1 ലക്ഷം എടുത്ത് കൊടുക്കാനോ? നിങ്ങളെന്താ കളിക്കുകയാണോ? ഒരു കാര്യം പറയാം, സുധിയുടെ കല്യാണാവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ അതിൽ നിന്ന് നയാ പൈസ ഞാൻ തരില്ല. ഇവനൊക്കെ ഓരോ പണിയൊക്കെ ഒപ്പിച്ചു വന്നിട്ട് അതൊക്കെ പരിഹരിക്കാൻ എൻ്റെ പൈസ കൊടുക്കണമെന്നോ? അതൊന്നും ഇവിടെ നടക്കില്ല, ഞാൻ എൻ്റെ കാശ് തരില്ല. ചന്ദ്രേ, മര്യാദയ്ക്കാ പറഞ്ഞത്, സച്ചിക്ക് ഇപ്പം കാശിന് അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പം കാശുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി എന്തിനാ കൈ നീട്ടുന്നത്? കൈ നീട്ടട്ടെ, അവൻ പോയി കൈ നീട്ടുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ചന്ദ്രേ, നീ പൈസ എടുക്ക്. ഇല്ല രവി ഏട്ടാ, ഞാൻ പൈസ എടുക്കില്ല, എൻ്റെ മോൻ്റെ കല്യാണം എനിക്ക് മുഖ്യം, അതും കൊണ്ട് പൈസ തരില്ല എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കിയ പൈസയാന്ന് ഓർക്കൂലോ, ഇതെൻ്റെ അച്ഛമ്മ ഉണ്ടാക്കിയ പൈസയല്ലേ? അതേടാ, നിൻ്റെ അച്ഛമ്മ ഉണ്ടാക്കിയതാണെങ്കിലേ 2 ദിവസം അവിടുത്തെ വീട്ടുജോലി മുഴുവൻ ഞാനാ ചെയ്തത്, ഞാൻ വീട്ടുജോലി ചെയ്ത് മാടിനെ പോലെ പണിയെടുത്തുണ്ടാക്കിയ പൈസയാ. അതൊന്നും തരാനേ എനിക്ക് പറ്റില്ല. ചാണകവെള്ളം പോലും കൈ കൊണ്ട് കലക്കി മറിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. കാശ് കിട്ടാൻ വേണ്ടിയാണല്ലോ അതൊക്കെ ചെയ്തത് എന്നിങ്ങനെ സച്ചി പറഞ്ഞപ്പം, അതെ അതിനു വേണ്ടി തന്നെയാണ് ചെയ്തത്, അതിനിപ്പോൾ എന്താ വേണ്ടത്? അതെൻ്റെ മിടുക്ക്, പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അതിനുള്ള പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം, കാർ ഇന്ന് എടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും.
ആകട്ടെടാ പ്രശ്നം ആകട്ടെ, അത് ഇവൻ്റെ തലയിലെഴുത്താ. ചിലരെ കാലെടുത്ത് വെച്ചാൽ അങ്ങനെയാ. നീ അനുഭവിക്കൂടാ, നീ അനുഭവിക്കും. അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ കല്യാണം കഴിച്ചതാടാ നിന്റെ കഷ്ടകാലത്തിൻ്റെ പ്രധാന കാരണം. അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ദേവു പറഞ്ഞു, അല്ല നിങ്ങൾ ചേച്ചീനെ ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത്? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താടി നീ ഒച്ച വയ്ക്കുന്നത്? ആരോടാ നീ സംസാരിക്കുന്നതെന്നറിയാമോ? ഇതേ ചന്ദ്രയാ, ചന്ദ്രമതി. ദേ ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല. നിങ്ങൾ എന്താ കരുതിയത്? എപ്പോഴും എൻ്റെ ചേച്ചീനെ കുറ്റപ്പെടുത്താമെന്നോ? ദേ എൻ്റെ പൊന്നു പെണ്ണേ, നിന്നോരാരടി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ വേണ്ടപ്പെട്ടവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ വേണ്ടപ്പെട്ടവർ കൂടെ നിൽക്കും. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക. എങ്കിൽ പിന്നെ അവളോട് പൈസ കൊടുക്കാൻ പറ, എന്നോട് പൈസ കൊടുക്കാൻ പറയണ്ട എന്ന് ചന്ദ്ര പറഞ്ഞു. അപ്പോൾ സച്ചി പറഞ്ഞു, അമ്മയുടെ പൈസ എനിക്ക് വേണ്ട. ദേ മേലിൽ ഇത്തരം കാര്യം പറഞ്ഞ് രേവതിനെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്, അറിയാലോ എൻ്റെ തനി സ്വഭാവം. ദേ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അച്ഛാ ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്, ഞാൻ RC ബുക്ക് മേടിച്ചിട്ട് ഏതായാലും പൈസ മേടിച്ചോളാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി നീ മിണ്ടാതിരിക്കുക. ദേ ചന്ദ്രേ പൈസ എടുത്തോണ്ട് വാ. എൻ്റെ അമ്മയുടെ പൈസയാ, അതിലൊരവകാശം നിനക്കില്ല. കാശ് കൊടുത്താലായിരിക്കും നിനക്ക് നല്ലത്. ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലേ രവിയേട്ടാ? എൻ്റെ സുധിയുടെ കല്യാണം എനിക്ക് പ്രാധാന്യം. അതുകൊണ്ട് ഞാൻ പൈസ തരില്ല, അതിൽ നിന്ന് നയ പൈസ തരില്ല. ചന്ദ്രേ നിന്നോട് എണീക്കാനാ പറഞ്ഞത്, എണീക്കാനാ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പേടിച്ചു പോയിട്ടോ. ഏതായാലും ചന്ദ്ര എണീറ്റു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, മര്യാദയ്ക്ക് പോയി പൈസ എടുക്കാനാ ചെല്ലാൻ പറഞ്ഞു. ആ ഒരൊറ്റ പറച്ചിലില്ല നമ്മുടെ ചന്ദ്ര പോയി പൈസ എടുത്തോണ്ട് വന്ന് സച്ചിക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, സച്ചിയുടെ കയ്യിലല്ല കൊടുക്കേണ്ടത്, അത് രേവതിയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിയുടെ കയ്യിൽ പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആ പൈസയായിട്ട് നമ്മുടെ രേവതിയും ശ്രീകാന്തും ദേവും ഒക്കെ കൂടി പോവുകയാണ്. സച്ചി കൊണ്ട് കേട്ടോ. ഏതായാലും പൈസയും കൊണ്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരാൾ നിപ്പുണ്ട്, വേറെ ആരുമല്ല നമ്മുടെ SI സാറ്. അങ്ങനെ SI സാറിനെ പതിയെ ആ ഒരു പൈസയൊക്കെ കൊടുത്തു. SI സാറല്ല പൈസ മേടിച്ചത്, കോൺസ്റ്റബിൾ ആണ് മേടിച്ചത്. എന്നിട്ട് ചോദിച്ചു, കറക്റ്റ് ഉണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും കറക്റ്റ് പൈസ ഉണ്ട് സാറേ കാറിൻ്റെ കീ തരാൻ പറഞ്ഞു. തരാടോ, താൻ വെപ്രാളപ്പെടാതടോ എന്ന് പറഞ്ഞ് കാറിൻ്റെ കീയും അങ്ങ് കൊടുത്തു കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചിയുടെ നേരെ ശ്വാസം വീണത് അപ്പോഴാണ്. ആ ഒരു ഭാഗം കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കഥ. അപ്പോൾ കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി ഇപ്പം തന്നെ വരൂ കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.